നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നോക്കൗട്ട് ചെയ്തുകൊണ്ട് ഇതാ ജംഷഡ്പൂർ FC ISLന്റെ ഈ സീസണിലെ സെമി ഫൈനലിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു മത്സരം ജംഷഡ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു എവേ മത്സരമായിരുന്നു. എന്നിട്ട് കൂടി അവർക്കൊരു വിജയം സ്വന്തമാക്കാനായിട്ട് സാധിച്ചു. സോ സെമി ഫൈനലിൽ ഇനി നേരിടാൻ പോകുന്നത് മോഹൻ ബഗാനെയാണ് എന്നുള്ളതാണ്. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും മത്സരം തുടങ്ങിയത് തൊട്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഒരു ഡോമിനേഷനും അറ്റാക്കിങ്ങും ഒക്കെ തന്നെയാണ് നമ്മൾ കണ്ടത്. അപ്പം നമ്മളിത് എക്സ്പെക്റ്റഡ് ആണ്. അങ്ങനെ ജംഷഡ്പൂരിൻ്റെ മത്സരങ്ങൾ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം ഈ ഒരു പാറ്റേൺ തന്നെയാണ്. ഇപ്പോൾ അവർ ജയിക്കുന്ന മിക്ക മത്സരങ്ങളിലും ഇതേപോലത്തെ ഒപ്പോണൻസിന് കളിക്കാൻ വിട്ടുകൊടുക്കുന്ന ഒരു രീതി, അവർ മാക്സിമം അറ്റാക്ക് ചെയ്യും. അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പം ജംഷഡ്പൂർ സെറ്റ് പീസ് സിറ്റുവേഷൻസ്, എസ്പെഷ്യലി ഒരു ത്രോയിൻ വരും, അവിടുന്ന് ഒരു ഗോൾ വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സെറ്റ് പീസിൽ ഈ സീസണിൽ മോഹൻ ബഗാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിട്ടുള്ള ടീമൊക്കെയാണ് ജംഷഡ്പൂർ. അതേപോലെ തന്നെ ഒരു ത്രോയിൻ സിറ്റുവേഷൻ വരുന്നു. അശുതോഷ് മേത്തയുടെ ഒരു ത്രോയിൻ ആണ് വന്നത്. അത് നെസ്റ്ററിന് ക്ലിയർ ചെയ്യാവുന്ന അവസരമായിരുന്നു, പക്ഷെ അത് പറ്റിയില്ല. എസ്സയുടെ ഒരു ഉഗ്രൻ ടേൺ ആൻഡ് ആ റൈറ്റ് സൈഡിൽ നിന്ന് ഉഗ്രനായിട്ടുള്ളൊരു ഷോട്ട് എടുക്കുന്നു. അങ്ങനെയാണ് ആ ഒരു 1-0 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തിയത്. സോ അതുവരെ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും എടുക്കാത്ത ടീമാണ്. എന്നാൽ നോർത്ത് ഈസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് നിരന്തരം അറ്റാക്സും കാര്യങ്ങളൊക്കെ ഒന്നും കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല. ജംഷഡ്പൂരിന് കിട്ടിയിട്ടുള്ള ആ അവസരം കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്തു. അത് അവർക്ക് ഗോളാക്കി മാറ്റാൻ സാധിച്ചു. പിന്നീട് നമ്മൾ കണ്ടത് ടിപ്പിക്കൽ പറഞ്ഞ പോലെ ജംഷഡ്പൂർ FCയോ അല്ലെങ്കിൽ ഖാലിദ് ജമീലിൻ്റെ ഹറാം ഫുട്ബോളോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു രീതിയാണ്. നിങ്ങൾ മത്സരം കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ജംഷഡ്പൂർ FC എസ്പെഷ്യലി സെക്കൻഡ് ഹാഫൊക്കെ കഴിഞ്ഞ സമയത്ത് ബോക്സിൽ അവരുടെ എത്ര പ്ലേയേഴ്സിനെയാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് യാതൊരു വിധത്തിലുള്ളൊരു സ്പേസും കൊടുക്കാത്തൊരു രീതിയാണ്. നമുക്കറിയാം അലാദീൻ അജാരിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസണിലെ ഗോൾഡൻ ബൂട്ട് ഉറപ്പിച്ചിരിക്കുന്ന പ്ലെയറാണ്. അദ്ദേഹത്തിന് പോലും യാതൊരു വിധത്തിലുള്ള സ്പേസ് കിട്ടാത്തൊരു സാഹചര്യമായിരുന്നു നമ്മൾ ഈ ഒരു മത്സരത്തിൽ കണ്ടത്. അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഷോട്ട് എടുക്കാൻ പറ്റുന്ന അവസരങ്ങൾ അദ്ദേഹം മിസ് ചെയ്ത് കളഞ്ഞു. ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. പക്ഷേ എങ്കിൽ പോലും കൃത്യമായിട്ടുള്ള സ്പേസ് കൊടുക്കാത്തൊരു രീതി അവർ ഗോൾ അടിച്ചതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം സെക്കൻഡ് ഹാഫിൽ ജിതിന് കിട്ടിയിട്ടുള്ള ഒരു അവസരം പോസിറ്റീവായിട്ട് തൊട്ടുരുമിപ്പോയതാണ്. അതുപോലെ തന്നെ എത്ര അവസരങ്ങൾ, ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഇഞ്ചുറി ടൈമിൽ ഗൊഗോയ് വന്നിട്ട് ഗൊഗോയുടെ ഏരിയയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു അവസരമാണ്. അത് ഓഫ് ടാർഗറ്റായി പോയി. അത് കഴിഞ്ഞ് അലാദീൻ ഒരു ഹെഡർ ചാൻസ് ആദ്യം പോസ്റ്റിലിടിച്ചു, അതിനുശേഷം രണ്ടാമത് കിട്ടിയ ചാൻസ് ഓഫ് ടാർഗറ്റായി പോയി. ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിലാണ്. കാരണം സാധാരണഗതിയിൽ അതൊക്കെ അലാദീൻ അടിക്കേണ്ട ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ്. അങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനിലാണ് മറുവശത്ത് ജംഷഡ്പൂരിൻ്റെ ഒരു മുന്നേറ്റം ഇടതു വിങ്ങിലൂടെ നടത്തുന്നത്. ഋത്തിക്കിൻ്റെ ഒരു ഉഗ്രൻ സ്കിൽഫുൾ ആയിട്ടുള്ള മൂവ്മെൻറ്റ്, 2 പ്ലേയേഴ്സിനെ ബീറ്റ് ചെയ്തിട്ട് ഒരു കട്ട് ബാക്ക് പോലെ പാസ് കൊടുക്കുന്നു. അത് ഹാവി അവരുടെ പ്ലേയേഴ്സെ ഫേക്ക് ചെയ്തിട്ട് അകത്തോട്ടിട്ട് കളിയെ കില്ല് ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു. അങ്ങനെയാണ് ജംഷഡ്പൂർ FC ഈ ഒരു സെമി ഫൈനൽ സ്പോട്ട് ഉറപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു നോർത്ത് ഈസ്റ്റിന് അത്ര ഒരു ഭാഗ്യമില്ലാത്തൊരു ഗ്രൗണ്ട് പോലെയാണ് ഈ പറഞ്ഞ ശീലം. ഭാഗ്യത്തിൻ്റെ മാത്രമല്ല, അവർ ഒരു ഹോം സപ്പോർട്ട് എന്ന് പറഞ്ഞപ്പം എണ്ണത്തിൽ ആളുകളൊക്കെ ഉണ്ട്, പക്ഷേ അതല്ല ആ ഒരു സപ്പോർട്ടിങ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കുന്നത് ഗുവാഹത്തിയിൽ തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഒരു ഫീലിങ്സ് ഉള്ളത്. ഇനിയിപ്പം നേരത്തെ പറഞ്ഞ പോലെ മോഹൻ ബഗാൻ, ജംഷഡ്പൂർ, ഗോവ, ബംഗളൂരു FCയാണ് സെമി ഫൈനൽസ് വരുന്നത്. അതിനുശേഷം 2 ലെഗാണ് ഇനി സെമി ഫൈനൽസ്, അറിയാമല്ലോ. അതിനുശേഷമായിരിക്കും ഫൈനൽ നടക്കുന്നുണ്ടാകുക. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ? ഖാലിദ് ജമീൽ എന്ന് പറയുന്ന ഇന്ത്യൻ പരിശീലകൻ, ഇന്ത്യൻ സൂപ്പർ ലീഗ് വിൻ ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ പരിശീലകനൊക്കെ ആയിട്ട് മാറും. എന്താണ് നിങ്ങളുടെ പ്രതീക്ഷകൾ? തീർച്ചയായിട്ടും കമ്പോസ് സനിയ.